വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ, എങ്ങനെയാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വാല്യൂ ചെയ്യുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പാർട്ട്ണർഷിപ്പിൽ പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരന് നേടുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരന് ഒരു പ്രീമിയം കൊണ്ടുവരും. ദാറ്റ് പ്രീമിയം ഈസ് കോൾഡ് ഗുഡ്വിൽ. സോ ഇയാൾ എന്ത് ബേസ് ചെയ്തിട്ടാണ് എൻ്റെ ഒരു ഷെയറിന് എന്ത് വാല്യൂ വേണം എന്ന് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. സോ ആ കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. സോ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗുഡ്വിൽ കാൽക്കുലേഷന് 3 മെത്തേഡുകളാണുള്ളത്. ഒന്ന് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, രണ്ടാമത്തത് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, മൂന്നാമത്തത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഇത് ഓരോ സ്റ്റെപ്പുകളും അക്യുമുലേറ്റ് ചെയ്യുന്നതിനാണ് ഈ ഒരു 3 മെത്തേഡായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡിൽ സിമ്പിൾ ആവറേജ് മെത്തേഡ് അതുപോലെ തന്നെ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്നുള്ള 2 രീതിയിലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആവറേജ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എങ്ങനെയാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുക? സിമ്പിൾ, നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് നേടിയ പ്രോഫിറ്റ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇത് 2026 ആണെങ്കിൽ 2025, 24, 23 അല്ലെങ്കിൽ 22. സോ കഴിഞ്ഞ കുറച്ച് ഒരു 3, 4, 5 വർഷങ്ങളിലെ പ്രോഫിറ്റ് എടുക്കുന്നു. ഈ പ്രോഫിറ്റ് ടോട്ടൽ ചെയ്യും. സോ ടോട്ടലി കഴിഞ്ഞൊരു 3-4 വർഷങ്ങളിൽ എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് എത്ര നോക്കാം, എന്നിട്ട് എന്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, എത്ര വർഷത്തെ പ്രോഫിറ്റാണോ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് അത് വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 23, 24, 25 ഈ 3 വർഷങ്ങളിലെ പ്രോഫിറ്റ് ആണെങ്കിൽ ഇത് 3ഉം ആഡ് ചെയ്യുക by 3. ഇനി 4 വർഷത്തെ പ്രോഫിറ്റ് ആണെങ്കിലോ 22, 23, 24, 25 4 വർഷത്തെ പ്രോഫിറ്റ് ടോട്ടലി ആഡ് ചെയ്യുക, എന്നിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയാം. ഈ ആവറേജ് പ്രോഫിറ്റിനെ നമ്മൾ നമ്പർ ഓഫ് ഇയർ ഓഫ് പർച്ചേസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് മീൻസ് ഇപ്പോൾ കഴിഞ്ഞൊരു 4 വർഷത്തെ എനിക്ക് പ്രോഫിറ്റ് കിട്ടിയല്ലോ, ഇതേ ഒരു പാറ്റേൺ എനിക്ക് അപ്കമിങ് എത്ര വർഷങ്ങളിൽ പ്രോഫിറ്റ് കിട്ടും, അതിലാണ് പർച്ചേസ് ഇയർ പറയുന്നത്. മീൻസ് ഇതേ ഒരു ഗുഡ്വിൽ നമ്മൾ ഈ ഒരു ബിസിനസ് ഇതേപോലെ നിലനിൽക്കുകയാണെങ്കിൽ എത്ര വർഷം ഈ ഗുഡ്വിൽ നിലനിൽക്കും. സോ അതിനാണ് പർച്ചേസ് ഇയർ എന്ന് പറയുന്നത്. സോ നമ്മുടെ ആവറേജ് പ്രോഫിറ്റിനെ പർച്ചേസ് ഇയറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ആക്ച്വലി ഗുഡ്വിൽ ഓഫ് ദ ഫേം, നമ്മുടെ ഫേമിൻ്റെ ഗുഡ്വിൽ. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡാണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. ഇവിടെ നമ്മുടെ കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ പ്രോഫിറ്റ് അല്ലേ, അതിനെ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റീസെൻറ്റ് ഇയർ ലാസ്റ്റ് വർഷത്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് അല്ലേ. സോ ആ ട്രെൻഡിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ ലാസ്റ്റ് ഇയറിനെ നമ്മൾ ഒരു എക്സ്ട്രാ എമൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ലീസ്റ്റ് ഇയറിനെ ചെറിയ എമൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കും. സോ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, വെയ്റ്റഡ് ആവറേജ് കിട്ടും. സോ വെയ്റ്റഡ് ആവറേജ് കിട്ടുന്ന സമയത്ത് ടോട്ടൽ വെയ്റ്റഡ് വാല്യൂവിനെ ആവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് വെയിറ്റ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് മീൻസ് എത്ര വെയിറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിയിട്ട് ആ വെയിറ്റിൻ്റെ ടോട്ടൽ ചെയ്യും. ആ ടോട്ടലാണ് ഈ ടോട്ടൽ വാല്യൂ ഓഫ് പ്രോഫിറ്റിന് ഡിവൈഡ് ചെയ്യുന്നത്. സോ ആ ഒരു ഡിഫറൻസ് മാത്രമേ വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ നമുക്ക് വരുന്നുള്ളൂ. ബാക്കിയുള്ള ആവറേജ് പ്രോഫിറ്റിനെ പർച്ചേസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഗുഡ്വിൽ കിട്ടുകയും ചെയ്യും. രണ്ടാമത്തെ മെത്തേഡാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഈ ഒരു മെത്തേഡിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ഒരു ഈ ഒരു ഇൻഡസ്ട്രിയിലെ മറ്റൊരു ഫേമുമായി റിലേറ്റ് ചെയ്തിട്ട് കമ്പയർ ചെയ്തിട്ട് അവരെക്കാൾ കൂടുതൽ പ്രോഫിറ്റ് നേടുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം നമുക്ക് ഗുഡ്വിൽസ് വരുന്നുള്ളൂ. സോ സിമ്പിളായി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗുഡ്വിൽ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു നോർമൽ റേറ്റ് ഉണ്ടാകും. മീൻസ് ജനറലി ഒരു 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ ഒരു 10% പ്രോഫിറ്റ് അല്ലെങ്കിൽ 15% പ്രോഫിറ്റ്. സോ ആ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ എത്ര ശതമാനമായിരിക്കും റിട്ടേൺസ് കിട്ടുക എന്നുള്ള ഒരു ആവറേജ് ആയിട്ട് ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ഈ വാല്യൂ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുക? ഫസ്റ്റ് സെയിം സ്റ്റെപ്പ് തന്നെ ആവറേജ് പ്രോഫിറ്റ് കാണണം. എങ്ങനെ ആവറേജ് പ്രോഫിറ്റ്? കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് നോക്കുക, അതിനെ ആവറേജ് ചെയ്യുക. പർച്ചേസ് ഇയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യരുത് കേട്ടോ. സോ ആവറേജ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ആവറേജ് പ്രോഫിറ്റ്. അതാണ് AP എന്ന് പറയുക. AP മീൻസ് ആവറേജ് പ്രോഫിറ്റ്. രണ്ടാമത് NP കാണണം, നോർമൽ പ്രോഫിറ്റ്. നമ്മുടെ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ ഉണ്ടാവും അല്ലേ, പുതിയ പാർട്ട്ണർ വരുന്നതിന് മുൻപ് നമ്മുടെ പഴയ പാർട്ട്നേഴ്സിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ എത്ര നോക്കുക. ഈ ക്യാപിറ്റൽ വാല്യൂവിനെ കൊണ്ട് ഈ നോർമൽ റേറ്റ്, ദാറ്റ് മീൻസ് ഈ ക്യാപിറ്റൽ വെച്ചിട്ട് നമ്മളിപ്പം 10 ലക്ഷമാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ വെച്ചിട്ട് മറ്റൊരു ബിസിനസ് ഇവിടെ നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് എത്രയായിരിക്കും ആവറേജ് കിട്ടാൻ സാധ്യതയുള്ള പ്രോഫിറ്റ്, അതിനാണ് എന്ത് പറയുന്നത്, നോർമൽ പ്രോഫിറ്റ്. നോർമലി നമുക്ക് കിട്ടിയത് എന്തല്ല, നമ്മുടെ പ്രോഫിറ്റ്, അതിന് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുക, അതിന് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയില്ല. നമ്മുടെ ഈ ഒരു ബിസിനസ് മറ്റൊരാളാണ് ചെയ്യുന്നതെങ്കിൽ, നമ്മളെപ്പോലെ എക്സ്പേർട്ട് അല്ലാത്ത ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ജനറലി കിട്ടാൻ സാധ്യതയുള്ള പ്രോഫിറ്റിനാണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ക്യാപിറ്റൽ ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ഈക്വൽ ടു നോർമൽ പ്രോഫിറ്റ്. ഇത് രണ്ടും കമ്പയർ ചെയ്യാം. നമ്മൾ അവരെക്കാൾ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണല്ലോ നമ്മുടെ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ആവറേജ് പ്രോഫിറ്റ് ആയിരിക്കും എന്തായാലും നോർമൽ പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ വരുന്നത്. സോ ആ ഡിഫറൻസ് എത്ര നോക്കുക, ദാറ്റ് ഈസ് കോൾഡ് സൂപ്പർ പ്രോഫിറ്റ്. ഈ സൂപ്പർ പ്രോഫിറ്റ് മീൻസ് മറ്റുള്ളവരെക്കാൾ എക്സസ് ആയിട്ട് എനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി എന്നുള്ളതാണ്. ആ സൂപ്പർ പ്രോഫിറ്റിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, നമ്പർ ഓഫ് ഇയർ ഓഫ് പർച്ചേസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ഗുഡ്വിൽ കിട്ടും. അപ്പോൾ ലാസ്റ്റത്തെ 2 മെത്തേഡിലും ലാസ്റ്റ് സ്റ്റെപ്പ് സെയിം തന്നെയാണ് അല്ലേ. അവസാന മെത്തേഡാണ്
ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഈ ഒരു മെത്തേഡ് പ്രകാരം 2 രീതിയിൽ ചെയ്യാം. ഞാൻ ആകെ ഒരു സിംഗിൾ മെത്തേഡ് മാത്രമേ, ഐ മീൻ ഒരു പ്രോസസ്സ് മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. സോ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ നമ്മൾ ആദ്യം ചെയ്യാം സൂപ്പർ പ്രോഫിറ്റ് കാണാം. അപ് ടു അതുവരെ നിങ്ങൾക്ക് അറിയാലോ, സൂപ്പർ പ്രോഫിറ്റ് കാണാം. എന്നിട്ട് നമ്പർ ഓഫ് ഇയർ ഓഫ് പർച്ചേസിനെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേ. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഈ സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യാം. ക്യാപിറ്റലൈസ് ചെയ്യാൻ മീൻസ് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓർമ്മയില്ലേ? നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് കാണുമ്പോൾ നോർമൽ പ്രോഫിറ്റ് കാണാനുണ്ടല്ലേ, ആ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റേഷ്യോ ഉണ്ടാവും അല്ലേ, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, ആ റേറ്റ് അല്ലേ റേഷ്യോ. സോ ആ റേറ്റിനെ കൊണ്ട് എന്ത് ചെയ്യുക, ഇൻവേഴ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മുടെ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ റേറ്റ്, സാധാരണ റേറ്റ് ബൈ 100 അല്ലേ, മീൻസ് 10% ആണെങ്കിൽ 10/100 അല്ലേ, ഇവിടെ തിരിച്ചിടുക. എങ്ങനെയാണ് 100 ബൈ 10 കിട്ടും. എന്നിട്ട് എന്ത് ഈ സൂപ്പർ പ്രോഫിറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. ഇനി മറ്റൊരു മെത്തേഡ് ഉണ്ട്, സോ അതെന്ത് ചെയ്യുന്നില്ല, ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഓണം എക്സാം സീരീസിൽ നമ്മൾ ഗുഡ്വിൽ കാൽക്കുലേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ പ്രോസസ്സ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ്റെ മെത്തേഡ് മറക്കാതിരിക്കുക. സ്റ്റെപ്പുകളും പ്രോസസ്സുകളും 1 by 1 ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.